അല്പസമയം മുമ്പ് പ്രസിഡന്റ് ട്രംപ് രാഷ്ട്രത്തോടായി നടത്തിയ പ്രക്ഷേപണത്തിൽ പുതുതായി പ്രത്യേക കാര്യങ്ങളൊന്നും കേട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞതുപോലെയാണ് തോന്നിയത്. അതേസമയം തന്നെ പ്രസിഡന്റ് വ്യക്തമായൊരു സന്ദേശം ഇറാന് നൽകി, ഒരു മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ ഹൊർമൂസ് കടലിടുക്ക് തുറക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യന്തമായ നാശമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളെ അടിച്ചു തകർത്ത് കളയും, സ്റ്റോൺ ഏജിലേക്ക്, ഈ ശിലായുഗത്തിലേക്ക് മടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ വർത്തമാനമൊന്നും പറയേണ്ടതില്ല. അതുപോലെ തന്നെ പ്രസിഡന്റ് വ്യക്തമാക്കിയ മറ്റൊരു കാര്യമുണ്ട്. ഈ ഹൊർമൂസ് കടലിടുക്ക് അടച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അതിലൂടെ കപ്പലുകൾ പോകുന്നതിന് വിലക്കുള്ളതുകൊണ്ട്, പ്രയാസമുള്ളതുകൊണ്ട് അമേരിക്കയ്ക്കല്ല ദോഷം, ചൈനയടക്കമുള്ള മറ്റു രാജ്യങ്ങളാണ് അതുമൂലം വിഷമിക്കുന്നത്. അപ്പോൾ അത് കണ്ടു നിൽക്കാനാവില്ല. അതിശക്തമായ പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇനി ഇറാൻ്റെ പ്രതികരണം എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. ഇറാൻ ചർച്ചയില്ലെന്നും ഈ ഹൊർമൂസ് കടലിടുക്ക് ഈ രീതി സുഹൃത്ത് രാജ്യങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും മറ്റുള്ളവർക്ക് തുറന്നു കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രഹസ്യമായിട്ട് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പരസ്യമായിട്ട് അവർ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാ നേതാക്കന്മാരും. ഇപ്പോഴത്തെ പരമോന്നതൻ മുജ്ത ഖമനേയി, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹവും ഈ രക്തസാക്ഷിത്വത്തെപ്പറ്റിയും അമേരിക്കയ്ക്കെതിരെയുള്ള യുദ്ധത്തെപ്പറ്റിയുമൊക്കെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ രാജ്യതന്ത്രജ്ഞതയല്ല അവർ സംസാരിക്കുന്നത്. അത് ഖേദകരം തന്നെ. അമേരിക്കയുമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഇറാൻ ഗുസ്തിക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇറാൻ ജനത കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുമെന്ന് മാത്രം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ, ഈ മറ്റ് ഭീകരന്മാർക്കും ഈ ഇസ്ലാമിസ്റ്റുകൾക്കുമൊക്കെ ഇരുന്ന് ആവേശം കൊള്ളാം. കണ്ടോ, അവർ അമേരിക്കയെ ചേർത്ത് നിൽക്കുന്നു. പക്ഷേ അനുഭവിക്കുന്നത് ഇറാൻ ജനതയായിരിക്കും എന്ന് മാത്രം. ഈ അമേരിക്ക പോയി മുകളിൽ കൂടെ ബോംബിടുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ ചേർത്ത് നിൽക്കാനുള്ള ഒരു സംവിധാനവുമില്ല. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതും വ്യക്തമാക്കിയതും അത് തന്നെയാണ്. യുദ്ധത്തിൻ്റെ ആദ്യത്തെ 3 ദിവസം കൊണ്ട് തന്നെ, ഇപ്പം 32 ദിവസമായി, ആദ്യത്തെ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇറാൻ്റെ ശക്തി തകർത്ത് കളഞ്ഞു. ഇറാൻ്റെ നേവി തകർത്തു, ഇറാൻ്റെ മിസൈലുകളും സംവിധാനങ്ങളും എല്ലാം മിക്കവാറും എയർഫോഴ്സ് തകർത്തു, മിസൈലുകളിൽ നല്ലൊരു പങ്ക് തകർത്തു. അങ്ങനെ ശക്തിയൊന്നുമില്ലാത്തൊരു രാജ്യമായിട്ട് ഇറാൻ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിമാനവേദ തോക്കുകൾ, വിമാനങ്ങളെ നേരിടാനുള്ള തോക്കുകൾ, ഇതൊന്നുമില്ല. ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം അടിച്ചു തകർക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞു, അമേരിക്കയ്ക്കും ഇസ്രായേലിനും. ഇനിയൊരു ശക്തിയൊന്നുമില്ല, കാര്യമായിട്ടുള്ള ശക്തി ഒന്നുമില്ല. അപ്പോൾ ഇറാനെ ഇങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ ഇറാൻ ഇന്നല്ലെങ്കിൽ നാളെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ആക്രമിച്ച് കീഴടക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമായിരുന്നു. കുറഞ്ഞപക്ഷം ഇസ്രായേലെങ്കിലും അവരെ അടിച്ചു തകർക്കുമായിരുന്നു. അതുകൊണ്ട് അവരെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അവർക്കെതിരെ ആക്രമണം നടത്തിയതിൽ ഒരു തെറ്റുമില്ല എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. 47 വർഷമായിട്ട് ഇങ്ങനെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ട് ഇറാൻ മുന്നേറുകയായിരുന്നു. ആ ഭീകര പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുക്കുകയായിരുന്നു. ലോകത്തിലുള്ള മറ്റ് ടെററിസ്റ്റുകൾക്കൊക്കെ സഹായവും ആവേശവും പകർന്നുകൊണ്ട് നിലകൊള്ളുകയായിരുന്നു. അപ്പോൾ അവർക്കെതിരെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ അവരാക്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ ആക്രമിച്ചു. അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തു എന്നതല്ലാതെ അതിലൊരു ഒരു കുറ്റവും പ്രസിഡന്റ് കാണുന്നില്ല. അതുപോലെ തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകിയ പ്രസിഡന്റ് അധികം താമസിയാതെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം തീരും, മുന്നോട്ട് ദീർഘകാല യുദ്ധത്തിനൊന്നും താല്പര്യമില്ല. ഇറാനിലൊരു ഭരണമാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ ഈ വെനസ്വേലയിലൊക്കെ വന്നതുപോലെ അമേരിക്കയുമായിട്ടൊരു നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു സംവിധാനം വരണം എന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രസിഡന്റ് പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ ഇറാൻ എത്ര കണ്ട് സ്വീകരിക്കും? ഇറാനിൽ ഇതൊക്കെ സ്വീകരിക്കാൻ ഒരുപക്ഷെ ഇറാൻ ജനതയ്ക്ക് താല്പര്യമുണ്ടായിരിക്കും. പക്ഷേ ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയാനായിട്ട് ആരുണ്ടാവും? ഈ നേതാക്കന്മാർക്ക് ആരെങ്കിലും ജനങ്ങളുടെ പിന്തുണയുള്ള നേതാക്കന്മാർ വേണം. അവർ പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള എത്ര നേതാക്കന്മാരുണ്ട് ഇപ്പോൾ അവിടെ? ഉള്ളവരെ മിക്കവരെ എല്ലാം കൊന്നു. ഇനി കൊല്ലപ്പെടാത്തവർ, അവർക്ക് ഫോൺ എടുക്കാൻ പോലും ധൈര്യമില്ല. ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ അടുത്ത് ചെല്ലാനോ ധൈര്യമില്ല. എപ്പോഴാണ് കൊല്ലപ്പെടുകയെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയിലാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ ആ മുന്നറിയിപ്പ് സ്വീകരിക്കാനും അതനുസരിച്ച് നടപടിയെടുക്കാനും ഇറാനിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണെന്ന് നമുക്കറിയില്ലാത്തത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവട്ടെ. ഇറാൻ ഇനിയും കൂടുതൽ നാശങ്ങൾക്കൊന്നും വഴിവെക്കാതെ, അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാവട്ടെ. ഇറാനൊരു യുക്തിപൂർവമായൊരു രാജ്യമായിട്ട്, ഒരു മോഡേൺ രാജ്യമായിട്ട് മാറട്ടെ. ഈ മതഭീകരന്മാരും മതഭ്രാന്തന്മാരും, അമേരിക്ക ദ ഗ്രേറ്റ് സൈറ്റൻ, അതുപോലെ തന്നെ ഈ
പിന്നെ ഇസ്രായേലിനെ നശിപ്പിക്കാതെ അടക്കമില്ല, ഇസ്രായേലിനെ ആത്യന്തികമായി നശിപ്പിച്ച് കളയും. ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഒരു രാജ്യത്തിനും ഭൂഷണമല്ല, ഒരു രാജ്യത്തെ ജനതയ്ക്കും നല്ലതല്ല. അവർ നിത്യജീവിതത്തിന് വേണ്ടി ഓടുന്നോ അതിനിടയ്ക്കാണ് ഈ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മതപരമായ കാര്യങ്ങൾ. അപ്പോൾ ആ മതപരമായ ഭിന്നതയുടെയൊക്കെ കാലം കഴിഞ്ഞു. മോഡേണിസത്തിലേക്ക്, ആധുനിക യുഗത്തിലേക്ക് ഇറാനൊക്കെ ഒന്ന് വരേണ്ട ഒരു സമയമായി. അതിനുള്ളൊരു അവസരമാണിപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ സർവനാശത്തിന് മുമ്പ് ഇറാനിലെ ജനത തീരുമാനിക്കണം, ഒരു മാറ്റമുണ്ടാവണം. ഇറാനിലെ നേതൃത്വവും ജനതയും ഒരു മാറ്റമുണ്ടാവണം. ഈ മുന്നോട്ടുള്ള ജീവിതമാണോ അതോ ഈ അവസാനിക്കാത്ത ഒരു യുദ്ധമാണോ, ഏതാണ് വേണ്ടത്, അതോ സർവനാശമാണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ഒരു സമയമായി.